ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമാണ്. ബിനോയേട്ടന് സംഘാടക സമിതിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി, അധ്യാപനത്തിന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘാടക സഭയുടെ അധ്യക്ഷൻ ഔപചാരിക പേരിലാണെങ്കിലും ഇതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും നേരിട്ട് നിരീക്ഷിച്ച് നിർദ്ദേശം കൊടുത്ത് നേതൃത്വം കൊടുത്ത് ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിൽ മികച്ച സംഘാടന വൈഭവം കൊണ്ട് നമ്മുടെ സഖാക്കൾ നാടിൻ്റെ പാരമ്പര്യത്തിനെതിരെ നമ്മുടെ മോഡി ഗവൺമെന്റ് ശബ്ദങ്ങൾ, ആ ശബ്ദം ആളുകളുടെ കൊണ്ട് കുറയുമ്പോഴും അത് പുറത്ത് കാണിക്കാത്ത തരത്തിൽ നമ്മുടെ രാജ്യം ഇന്നലെ അവസാനിച്ചെത്തിച്ചാണ്. എന്നാൽ നമ്മുടെ അധ്യാപക സഖാക്കൾ വളരെ ജാഗ്രതയോടെ, വളരെ കരുതലോടെ, നിശ്ചയദാർഢ്യത്തോടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കഠിനമായ 2024 ആഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഇതിൻ്റെ സംഘാടക സമിതി. 300-ൽ പരം വിദ്യാലയങ്ങൾ നേരിട്ട് AKSTUവിൻ്റെ പ്രവർത്തകർ, നേതാക്കൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ആയിരക്കണക്കായ അധ്യാപക സമാഹരണത്തിനും ഈ യാത്രയിലൂടെ, ഈ സന്ദർശനങ്ങളിലൂടെ, ഈ അധ്യാപകരെ കാണുന്നതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അധ്യാപക, നമ്മുടെ ഈ ജില്ലയിലെ അധ്യാപക നേതാക്കളുടെ പ്രവർത്തനത്തെ ഏത് വാക്കുകൾ കൊണ്ട് പ്രശംസിച്ചാലും മതിയാകും. സമീപിച്ച് പണമുണ്ടാക്കി സമ്മേളനം നടത്തുക എന്നതാണ് പൊതുവിൽ പല സംഘടനകളും സ്വീകരിക്കുന്ന സമീപനം. അധ്യാപകർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. എങ്കിൽ പോലും വലിയ സമ്പന്നരായ വ്യക്തികളുടെ കയ്യിൽ നിന്ന് പണം സമാഹരിച്ച് സമ്മേളനം നടത്തുന്ന ഒരു പതിവ് എല്ലായിടങ്ങളിലും എല്ലാ സംഘടനകളിലും ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഈ ജില്ലയിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വർഗബഹുജന സംഘടനകളുടെയും ഏറ്റക്കുറച്ചിലോടുകൂടിയ സഹായവും സഹകരണവും പിന്തുണയും ഈ സമ്മേളനത്തിനുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കുന്നതിന്, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നതിന്, അതിനാവശ്യമായ ഒരു കലവറ നിറക്കൽ ചടങ്ങെന്ന രീതിയിൽ 2 ദിവസം നമ്മുടെ വിവിധ 4 താലൂക്കുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വഹിച്ചത് പൂർണ്ണമായി അധ്യാപക സഖാക്കളാണ്, അധ്യാപക നേതാക്കളാണ്. അവർക്ക് ഇത്തരം വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ കിസാൻ സഭയുടെ, അതുപോലെ നമ്മുടെ ട്രേഡ് യൂണിയനുകളുടെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ സഹായം ഉണ്ടായിട്ടുണ്ടാവും. മഹിളാ സംഘടനകളുടെ ജില്ലയിലെ എല്ലാ മേഖലകളിലും നിങ്ങളെ ഈ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള അധ്യാപക സഖാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ സ്വാഗതം ഔപചാരികമായി പറഞ്ഞെങ്കിലും ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ നമ്മുടെ ഈ സമ്മേളനം 28ാമത് AKSTUവിൻ്റെ 28ാമത് സംസ്ഥാന സമ്മേളനം വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹു ബിനോയ് വിശ്വത്തെ ഞാൻ ക്ഷണിക്കുന്നു. AKSTU വളരെയാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, പല വിദ്യാർത്ഥി സഹോദരന്മാരും AKSTU നേതാക്കളുടെ കൈക്കൊണ്ട നിലപാടുകൾ ഗവൺമെൻറ്റിനും അതിനെല്ലാ പ്രവർത്തനങ്ങൾക്കും
വഴി കാണിക്കുന്നതിൽ വഹിച്ച പങ്ക് മതിപ്പോടുകൂടിയാണ് അവരെല്ലാം എന്നും പറഞ്ഞത്. KSTUവിൻ്റെ സംഖ്യാബലത്തേക്കാൾ എണ്ണപ്പെരുത്തുള്ള സംഘടനകൾ അധ്യാപക രംഗത്തുള്ളത് എനിക്കും നിങ്ങൾക്ക് പറയാം. എണ്ണം മാത്രമല്ല പ്രശ്നമെന്ന് നാം അറിയുന്നു, ഗുണവും പ്രശ്നമാണ്, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രശ്നമാണ്. പ്രസ്ഥാനമായും ആശയപരമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടെന്താണെന്ന് ചിന്തിച്ച ആ വഴിക്ക് പ്രസ്ഥാനം കെട്ടിപ്പടുത്താൻ നേതാക്കളാൽ സമ്പുഷ്ടമാണ് KSTU എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശ്രീ PR നമ്പ്യാരുടെ പാരമ്പര്യമാണ്, ശ്രീ TCയുടെ പാരമ്പര്യമാണ്. അവരെല്ലാം മറന്നുകൊണ്ട് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അധ്യാപകർ ഇന്ന് കാണുന്ന സാമൂഹികമായ അന്തസ്സില്ലാത്തവരായി ഗണിക്കപ്പെട്ട കാലത്ത് മാനേജർമാരുടെ വീട്ടുവേലക്കാരെ പോലെ കൂലിയടിമകളെ പോലെ അവർ ജീവിച്ച കാലത്ത് ആ കടന്നുകൊണ്ടാണ് അധ്യാപക പ്രസ്ഥാനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചൈതന്യം പുലർക്കൊണ്ട് ശക്തി പ്രാപിച്ചത്. അതിലെല്ലാം വഴി കാണിച്ച ഈ നേതാക്കളെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ കഴിവുണ്ട്. പഠിച്ചുകൊണ്ട് അവരെ പറ്റി ബഹുമാനിക്കാൻ അവകാശമുണ്ട്. KSTU ശരിയായി പറയുന്നുണ്ട് എല്ലാ കാലത്തും പഠിപ്പിക്കുക, പോരാടുക. ഇത്രയും ശരിയാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം, പോരാടുകയും വേണം. പഠിപ്പിക്കാൻ പഠനം വേണം. പഠനം നിലയ്ക്കാത്ത ഒരു അനുസ്യൂത പ്രക്രിയയാണ്. മാറുന്ന ലോകത്ത് മാറുന്ന അറിവുകൾ, മാറുന്ന ചോദ്യങ്ങൾ, അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ഉത്തരങ്ങൾ പുതിയതാണ്. ആ ബോധ്യം അതെല്ലാമായിട്ടാണ് അധ്യാപക പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ വഴിക്കുള്ള യാത്രയിൽ ഈ സംഘാടനം, കാഞ്ഞങ്ങാട് സംഘാടനം നാഴികക്കല്ലായി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. മുമ്പുള്ള 1-2 പ്രാവശ്യം കാസർഗോഡ് സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്, അതേപ്പറ്റിയാണ് സഖാവ് ചന്ദ്രൻ ഇവിടെ പറഞ്ഞത്. എല്ലാ എണ്ണം ചെറുത് തന്നെയാണ്, പക്ഷെ എല്ലാ ജില്ലക്കാരും കേൾക്കണം. കാസർഗോട്ടെ എണ്ണം കുറഞ്ഞവരാണെങ്കിൽ പോയി പള്ളിക്കൂടവുമില്ല ഈ ജില്ലയിൽ. അത് സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. അവർ സംസാരിക്കാത്ത ഒറ്റ അധ്യാപകരില്ല ഈ ജില്ലയിൽ. സഹായിച്ചതായിരിക്കും വേറെ, സഹായിക്കാത്തവരും കാണും. പക്ഷേ അവർ കാണാത്തവരായ ഒരു അധ്യാപകനും അധ്യാപികയും ഈ ജില്ലയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നടത്തിയ ആ പ്രവർത്തനങ്ങളെപ്പറ്റി മറ്റെല്ലാ ജില്ലകളിലെയും ഒത്തുവരെ പോലെ അഭ്യർത്ഥിക്കട്ടെ. ഞാനൊരു വലിയ ശാസ്ത്രജ്ഞനൊന്നുമല്ല. ഇവിടെ എനിക്കൊക്കെ ഓർത്തു പോവുകയായിരുന്നു ഓസ്മോസിസ് തിയറിയെപ്പറ്റി. അവിടെ ചുമന്നിരിക്കും. ഇപ്പം ഇരിക്കുമ്പോൾ ഞാനത് സ്കൂളിൽ പഠിച്ചതാണ്. ഒരു പാടയാൽ വേർതിരിക്കപ്പെട്ടാൽ ഒഴുക്ക് എല്ലായ്പ്പോഴും സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് സാന്ദ്രത കൂടിയ ഭാഗത്തേക്കായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ? അവൻ റൈറ്റ്? പഴയ ഓർമ്മയെന്ന് പറയുകയാണ്. ഇവിടെ ബയോളജി പഠിപ്പിച്ചാലും ഇല്ലേ? ആരുമില്ലേ? ബയോളജി ഉണ്ടോ? ഇത്രയും പേർക്കിടയിൽ ബയോളജി പഠിപ്പിച്ച ഒറ്റ അധ്യാപകനോ ഇല്ലെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, അതൊരു ഫെയിലുവറാണ് KSTU. ഒരാളെ കണ്ടു, അത് നമ്മളെ നിന്നെയാണ്. ഞാൻ എഴുതുന്നുണ്ട്. പിന്നെ ഒഴുക്കെല്ലായ്പ്പോഴും സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് സാധ്യത കൂടിയ ഭാഗത്തേക്കായിരിക്കും. തിരിച്ചാണെങ്കിൽ ശാസ്ത്രം തെറ്റാണ്. ശാസ്ത്രം തെറ്റല്ല. സംവാദമുണ്ടായി ഡെമോക്രാറ്റിക് ഡയലോഗ്. ശരിയാണ്. സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് സാധ്യത കൂടിയ ഭാഗത്തേക്കായിരിക്കും ഒഴുക്കെല്ലായ്പ്പോഴും. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
അല്ല, എന്നിട്ട് പറഞ്ഞു, നീ തിരുത്തി പറഞ്ഞാൽ എന്നെ കൊല്ലില്ല, എന്റെ ജീവൻ തരാമെന്ന് പറഞ്ഞു. ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ അത് പറഞ്ഞ അടുത്ത നിമിഷം റേഡിയോയിലെ ശാസ്ത്രബോധമുള്ള മനുഷ്യർ പറഞ്ഞു, ബട്ട് ഇറ്റ് സ്റ്റിൽ റിവോൾവ്സ്. ഞാൻ തെറ്റേറ്റെങ്കിലും ഭൂമി ഇപ്പോഴും ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ആ വീക്ഷണത്തിൻ്റെ യുക്തിയും സത്യവും വിളിച്ചു പറയുന്നു. ശാസ്ത്രബോധത്തിൻ്റെ അർത്ഥമറിയുവാനും ഉൾക്കൊള്ളുവാനും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചെറുക്കുവാനും പുത്തൻ തലമുറയിലേക്ക് അതിൻ്റെ സത്യവർത്തിക്കുവാനുമുള്ള കടമയെ പറ്റിയുള്ള ബോധ്യം അധ്യാപകർക്കാകെ പകർന്നു കൊടുക്കാനും AKS ജീവന് കഴിയുമെന്നാണ് വിശ്വാസം. എൻ്റെ അഭ്യർത്ഥന കഴിയണമെന്നാണ്. കാരണം നിങ്ങളുടെ എല്ലാം മുമ്പിലിരിക്കുന്നതും വിടർന്ന കണ്ണുകളുമായി, ചിലപ്പോൾ പ്രതീക്ഷ കുത്തിയ ഭാവങ്ങളുമായി, ചിലപ്പോൾ അല്ലാത്ത ഭാവങ്ങളുമായി നിങ്ങളുടെ എല്ലാം ക്ലാസ് മുറിയിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവരെ പറ്റിയാണ് വർഷങ്ങൾക്കപ്പുറം ഡോക്ടർ ഗോത്താരി പറഞ്ഞത്, The destiny of India is being framed in her classrooms എന്ന് പറയുന്നത് അവരെ പറ്റിയാണ്. ആ കുട്ടികൾ, നിങ്ങളുടെ എല്ലാ ക്ലാസ്സിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അവരാണ് നാളെയുടെ യുദ്ധാമാക്കൾ. അവരാണ് ഇന്ത്യയുടെ ഡെസ്റ്റിനി നിർവഹിക്കേണ്ട ആളുകൾ. ആ അർത്ഥത്തിൽ നിങ്ങളെല്ലാം വഹിക്കുന്ന പങ്ക് ഒരു ചെറിയ പങ്കല്ല. അധ്യാപക വൃത്തി കേവലം ഒരു ശമ്പള ജോലിയല്ല. അധ്യാപക വൃത്തി മറ്റേത് ജോലിയേക്കാൾ കൂടുതലാണ്. എത്ര കനത്ത ശമ്പളത്തേക്കാളും വലിയ സാമൂഹികമായ അർത്ഥമുള്ള കർത്തവ്യമാണെന്നും ഉത്തരവാദിത്തമാണെന്നും AKS സ്വന്തം മെമ്പർമാരെ പഠിപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസ കാര്യം. അധ്യാപകർക്ക് നല്ലവണ്ണം ബോധ്യപ്പെടേണ്ട കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപക ബോധ്യങ്ങളിലേക്ക്, അധ്യാപനത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലേക്കും, സിലബസിലും അതുപോലെ എല്ലാ തലങ്ങളിലും, കരിക്കുലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരുട്ടിനെ കൊടിയേറ്റുവാൻ അവരിപ്പോൾ ശ്രമിക്കുന്നു. അറിവിൻ്റെ അർത്ഥം വെളിച്ചമെന്നാണ്. പക്ഷേ എല്ലാം വെളിച്ചു ഊതിക്കെടുത്തുന്നു മോദി ഗവൺമെൻറ്. RSS BJP നയിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ യാഥാർത്ഥ്യമെന്നാണ്. അന്ധവിശ്വാസങ്ങൾക്കെല്ലാം വരവേൽപ്പോതപ്പെടുന്നു. ശാസ്ത്രജ്ഞരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി ഏറ്റവും മുന്തിയ അന്ധവിശ്വാസങ്ങളെല്ലാം ശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കള്ളക്കഥകൾ ശാസ്ത്രമായി മാറപ്പെടുന്നു. ഒരുപാട് നാട്ടുവർത്തമാനങ്ങൾ അവരിപ്പോൾ സത്യമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗമായി വിദ്യാഭ്യാസ രംഗം മലിനപ്പെടുന്നുണ്ട്. ആശയപരമായും സാമൂഹികമായും മലിനപ്പെടുന്നുണ്ട്. ആ ചുറ്റുപാടിൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊള്ളുവാൻ മാത്രമല്ല പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭടന്മാരായി അധ്യാപകരെ വാർത്തെടുക്കാൻ AKS പങ്ക് വലുതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ധനം സർവ്വധന പ്രധാനമെന്നായിരുന്നു. അതിലൊരു ഭാഗം ഓർമ്മയിലേക്ക് വരും. വിത്തമെന്നതിന് ആദ്യത്തെ വാചകം വരികയാണ്, വിത്തമെന്നതിൻ്റെ മർത്യൻ വിദ്യ കൈവശമാകുന്നു, ഗണ്മയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് എവിടെയാണെന്നായിരുന്നു ആ പദ്യം. താഴത്തേക്ക് ഒരുപാട് ലൈൻസ് ഉണ്ട്. മോദി ഗവൺമെന്റ് ചോദിക്കുന്നു, വിത്തകളിൽ നിന്ന് ഭക്തൻ വിത്തം കൈവശമാവുക എന്ന് ചോദിക്കുന്നു. വിദ്യ വേണ്ട, വിത്തം മതി. ഇതാണ് പുതിയ മൂല്യബോധം. പുത്തൻ കാലത്തിൻ്റെ എല്ലാ ചിന്താസരണികളിലേക്കും ഈ ആശയഗതിയെ കടത്തുവാൻ ശ്രമിക്കുകയാണ് അധികാര കേന്ദ്രങ്ങൾ മോദി വാഴ്ചയിരിക്കുന്നത്. മിസ്റ്റർ മോദി ഇപ്പോൾ ഇവിടെയില്ല. അദ്ദേഹം ഡിയർ ഫ്രണ്ട്സ് ട്രംപിൻ്റെ കൂടെ ഇപ്പോൾ അമേരിക്കയിലാണ്. തെറ്റുകൂടാതെ എപ്പോഴും മോദി പറയും മൈ ഡിയർ ഫ്രണ്ട് എന്ന്. ട്രംപും പറയുന്നു എൻ്റെ ചിരകാല ബന്ധുവാണ് മോദി എന്ന്. ആ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവരിപ്പോൾ സംസാരത്തിലാണ്. അമേരിക്ക ഇന്നലെ സംസാരിച്ചു. എന്താണ് ബാക്കി പത്രം സംസ്ഥാനത്തിൽ? അവിടെ വെച്ച് ട്രംപിനോട് മോദി പറഞ്ഞു, അനധികൃതമായ കുടിയേറ്റം തെറ്റാണ്.
അങ്ങനെ അനധികൃതമായി കുടിയേറ്റവരെ തിരിച്ചയച്ചാൽ അത് കുറ്റമല്ല എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി. എന്നാൽ ആ പ്രധാനമന്ത്രി 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി, നീളമുള്ള വാക്കുള്ള പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇന്ത്യക്കാരെ കൈയും കാലും വലിഞ്ഞു കെട്ടി, കൈകളെ നിലന്ന്, കാലിൽ ചങ്ങല, അതുമായി ഏറ്റവും വലിയ കുറ്റവാളികളെപ്പോലെ ശ്വാസം കഴിക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ, ഇളവില്ലാത്ത രീതിയിൽ കുത്തുനിറച്ച് ഗഞ്ചിത്ത ഒരു വാക്ക് പറഞ്ഞില്ല. ഞാൻ പറയുന്നു, ഷെയിം ഓൺ മിസ്റ്റർ മോഡി. ലജ്ജാകരമാണ്. ഈ ഇന്ത്യയുടെ മഹത്തായ നാടിന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യക്ക് വേണ്ടി മിണ്ടുവാൻ പരാജയപ്പെട്ട മിസ്റ്റർ മോഡി നാട്ടിലാകെ തന്നെ അപമാനമാണ്. ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു, മെക്സിക്കോ, ബ്രസീൽ, കൊളംബിയ, അതെല്ലാം കൊച്ചു രാജ്യങ്ങളാണ്. കൊച്ചു രാജ്യങ്ങൾ. അവർ പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ആ സൈനിക വിമാനത്തിന് ഇറങ്ങാൻ അനുമതിയില്ല, ഗോ ബാക്ക് എന്ന് പറഞ്ഞു. അവർ ചിലർ. അതാണ് രാജ്യസ്നേഹം, അതാണ് രാജ്യസ്നേഹം. പക്ഷേ അമൃത്സറിലേക്ക് ഇറങ്ങി ആ വിമാനം 41 മണിക്കൂർ മൂത്രമൊഴിക്കാൻ പോലും പാടുപെട്ടവർ, കുടിവെള്ളം പോലും കിട്ടാതെ ദഹിച്ചിരുന്നവർ, കഴിക്കാൻ ഒറ്റ ആപ്പിൾ മാത്രം കിട്ടിയവർ, ഇന്ത്യക്കാർ, അവർ ജീവിതം തേടി പല നടന്നുകൊണ്ട് പോയ വഴി തെറ്റായിരിക്കാം. പക്ഷേ അവരെ തിരിച്ചയക്കുമ്പോൾ രാഷ്ട്രം പാലിക്കേണ്ട മര്യാദ പാലിച്ചില്ല അമേരിക്ക. ഇന്ത്യയോട് കാണിക്കേണ്ട ബഹുമാനം കാണിച്ചില്ല അമേരിക്ക. ഇന്ത്യക്കാരെ മാനിക്കേണ്ട മര്യാദ പാലിക്കാൻ കഴിഞ്ഞില്ല അമേരിക്കയ്ക്ക്. അതേപ്പറ്റി ആര് പറയും? അതേപ്പറ്റി പറയാൻ കടപ്പെട്ടവൻ മറ്റാരേക്കാളും കടപ്പെട്ടയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ആ പ്രധാനമന്ത്രി സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞു. സായിപ്പിനെ കണ്ടാൽ കവാത്ത് പറക്കും മോദി. അപ്പോൾ മോദിക്ക് മിസ്റ്റർ ട്രംപ് അല്ല, മൈ ഡിയർ ഫ്രണ്ട് ട്രംപ് എല്ലാമായി മാറും. ട്രംപിനെ കണ്ടാൽ സത്യം പറക്കുന്ന മോദി, ട്രംപിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന മോദി, ട്രംപിനെ കാണുമ്പോൾ ദേശസ്നേഹത്തെ ഒറ്റുകൊടുക്കാൻ പഠിക്കാത്ത മോദി. ആ മോദി ഇന്ത്യക്ക് സത്യത്തിൽ ഞാൻ പറയട്ടെ, മിതമായി പറയട്ടെ, അപമാനമുണ്ടാക്കിയിരിക്കുന്നു. നാം ഇരിക്കുന്നത് ആ ഭാരം പൊരുക്കണ്ട. നാം മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരും ഇരിക്കുന്നത് ഇന്നിപ്പോൾ അപമാനം പൊരുക്കണ്ട. വിധേയത്വം മൂലമാണ് ഇന്ത്യക്ക് അപമാനമുണ്ടായത്. അതുകൊണ്ട് പറയട്ടെ, ഞങ്ങൾ മിസ്റ്റർ മോദിയെ ചൊല്ലി അപമാനഭാരത്തിൽ ലജ്ജിച്ച് നടത്താത്ത ദിവസമാണ് ഈ ദിവസം. ഗീതമായിട്ടെങ്കിലും മോദി പറയും അത് മോശമായി പോയി. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ഷുഡ് ഹാവ് അവോയ്ഡഡ് ദാറ്റ് സീൻ എന്ന് പറയുമെന്ന് നമ്മൾ വ്യാമോഹിച്ചു. പക്ഷെ ഒരു വാക്ക് വേണ്ടിയില്ല അതേപ്പറ്റി മിസ്റ്റർ മോദി. ഇതാണോ ദേശസ്നേഹം? ഇതാണോ ഭാരതാംബയുടെ മാനാഭിമാനം? ഇതാണോ രാജ്യത്തിൻ്റെ അന്തസ്സ്? ഉത്തരം പറയാൻ ഉണ്ടെങ്കിൽ മോദി പറയണം. ഉത്തരവുണ്ടാകാൻ കഴിയില്ല. ഇതാണ് നാം ജീവിക്കുന്ന ഇന്ത്യ. നിങ്ങൾക്കറിയുമോ ആരാണ് ട്രംപിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്ന അഡ്വൈസർ? ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് അമേരിക്ക. ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. അതാണ് അമേരിക്ക. അദ്ദേഹത്തിൻ്റെ മക്കയിലുള്ള ഒരു ബട്ടണുണ്ട്. വൈറ്റ് ഹൗസിലെ പ്രസിഡന്റ് ഓഫീസായ ഓവൽ ഓഫീസിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ആ ബട്ടന്റെ പേരാണ് ദ ന്യൂക്ലിയർ ബട്ടൺ. ആ ബട്ടൺ മത്തിയാൽ മിസൈലുകളുമായി, ആയുധങ്ങളുമായി അത് എങ്ങോട്ട് പോയാൽ ആണോ വ്യക്തമാക്കപ്പെട്ടത് അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ നിശ്ചിതമായ നേരത്ത് വന്ന് വീഴും. ആയുധങ്ങളെല്ലാം ആണവായുധങ്ങളാണ്. ചിലപ്പോൾ ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്ന ശേഷിയുള്ള ആണവായുധങ്ങൾ. ആ ആയുധങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള അധികാരമുള്ള ഒറ്റാളേയുള്ളൂ, US പ്രസിഡന്റ്. അതുകൊണ്ട് ആ പ്രസിഡന്റ് ലോകത്തിലെല്ലാം അധവനാണെന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു. ആരാണെന്നറിയാമോ? ഇലോൺ മസ്ക് എന്ന് പറയുന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ, പണമെറിഞ്ഞ് വിദ്യയിലെ അഗ്രഗണ്യൻ. ആ അഗ്രഗണ്യനായിട്ടുള്ള ഇലോൺ മസ്കാണ് ഇപ്പോൾ
അമേരിക്കൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവെന്ന് ലോകമറിയണം. ഇതാണ് പുതിയ ലോകം. ഇവിടെയാണ് ഉപദേഷ്ടാവ്. മിസ്റ്റർ മോഡിയുടെ ഡിയർ ഫ്രണ്ടായ ട്രംപിന് ഉപദേഷ്ടാവ് മിസ്റ്റർ ഇലോൺ മസ്ക് ആണെങ്കിൽ, മിസ്റ്റർ ട്രംപിന്റെ ഡിയർ ഫ്രണ്ടായ മിസ്റ്റർ മോദിയുടെ ഉപദേഷ്ടാവിന്റെ പേര് ഗൗതം അദാനി എന്നാണ്. അതും ഇതേ പരമ്പരയാണ്. അപ്പുറത്തെ വേറൊരാളുണ്ട്, പേര് നെതന്യാഹു എന്നാണ്. പലസ്തീൻ ജനതയെ കണ്ണീർപ്പുഴ കാട്ടിയ നെതന്യാഹു ചോരപ്പുഴ ഒഴുകുമ്പോൾ കൈയടിക്കാൻ ആവേശം കാണിക്കുന്ന നെതന്യാഹു, റോമിലെ ചക്രവർത്തിയെ പോലെ അപ്പോൾ വിളവായിക്കാൻ പഠിക്കാത്ത നെതന്യാഹു, പലസ്തീന്റെ കുഞ്ഞുങ്ങളെ അമ്മമാരെ കൊന്നെടുക്കുമ്പോൾ ലവലേശം പശ്ചാത്തപിക്കാത്ത നെതന്യാഹു, അയാൾക്കും ഉപദേഷ്ടാക്കൾ. ആരാണെന്നറിയാമോ? ഏറ്റവും വലിയ ലാഭം വഹിക്കുന്ന ആയുധ കച്ചവടക്കാരായിട്ടുള്ള സിയോണിസ്റ്റ് ലോകത്തിലെ വൻകിട ബിസിനസ് മാഗ്നറ്റ്സ് ആണ് നെതന്യാഹുവിന്റെ അഡ്വൈസേഴ്സ്. ഇതാണ് പുതിയ ലോകം. എല്ലാം പണം തീരുമാനിക്കുന്നു, കമ്പോളങ്ങളെല്ലാം തീരുമാനിക്കുന്നു. അതിൻ്റെ വ്യക്താക്കളായി മാറുന്ന മോദിയും നെതന്യാഹുവും തലവനായ ട്രംപും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ലോകനീതിയുണ്ട്. ആ ലോകനീതിയിലൂടെ പറയുന്നത് പണം. അതുകൊണ്ട് ഇന്ത്യക്കും ആ പുതിയ മൂല്യബോധത്തിൻ്റെ ചുവട്ടടിയിൽ അത് കാണാനുള്ള കേൾപ്പുണ്ട്. അത് കണ്ടേതിയിൽ നാം കാണുന്നുണ്ട്. ഒരുപാട് കാരണങ്ങളാൽ ഒരു റിപ്പബ്ലിക്, ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒരു കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളുമായി അവിടുത്തെ ഗവൺമെന്റ് പാത്തു പിടിച്ച് പരക്കം പറയുമ്പോൾ എത്ര കഴിഞ്ഞാൽ ശ്രമിച്ചാലും പരിമിതമായ അധികാരം മാത്രമല്ല, പരിമിതമായ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് മാത്രമല്ല, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതെല്ലാം മാറ്റിമറിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ പരിമിതി LDF ഭരിക്കുമ്പോഴും കൊണ്ട് കേരളത്തിൽ എന്ന കാര്യം കാണാതിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നത്. അതിനകത്ത് ആ ബില്ലിൽ കുറേ മാറ്റമുണ്ടായത് വെറുതെയല്ല. ആ മാറ്റമുണ്ടായത് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു ദിനമായിരുന്നു ജനുവരി 22. ആ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചവരാണ് ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ജീവനക്കാരുടെയും കേരളത്തിൻ്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ആ സമരത്തിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. നേതൃപരമായ പങ്കുവഹിച്ച കാസർഗോഡ് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാക്കളെയും AKSTUവിന്റെ ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ആദ്യമേ പ്രത്യേകമായി പ്ലാൻ ചെയ്തതിലും കുറച്ച് സമയം വൈകിട്ടാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10-35 മിനിറ്റോളം വൈകിയാണ് നമ്മുടെ സമ്മേളന നടപടിക്രമങ്ങൾ. കഴിഞ്ഞ പാലക്കാട് ജില്ലാ സമ്മേളന സമാപന ദിവസം വളരെ ആവേശത്തോടെ നമ്മൾ ഏറ്റെടുത്തതാണ്. 13 വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് സംഘടന ഇത്രയും ശക്തമല്ലാതിരുന്ന ഒരു കാലത്ത് ഇതേപോലുള്ള ഒരു സംസ്ഥാന സമ്മേളനം നടത്തുകയും കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലും സ്ഥലങ്ങളിലുമൊക്കെ ഇതിൻ്റെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും വളരെ വിജയകരമായി അത് പൂർത്തിയാക്കുകയും ചെയ്ത ഒരു സംഘടനയായിരുന്നു 2013. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2024 സംഘടനയുടെ കാസർഗോഡ് ജില്ലയിലെ സംഘടനയുടെ കെട്ടുമട്ടുമൊക്കെ മാറി. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ 100% സ്കൂളുകളിലും സംഘടന സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി സംഘടനയിലെ AKSTU പ്രവർത്തകർ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾ ഏകദേശം 11ഓളം അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ അതേപോലെ തന്നെ വിഭവ സമാഹരണം വളരെ വലിയ വിപുലമായി 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ
പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.